അമലോത്ഭവയാം മാതാവേ, നിൻ പാവന പാദം ചേരുന്നു. കനകാലയമേ കന്യാമ്പേ, പരലോകത്തിൻ വാതിൽ നീ അമലോത്ഭവയാ മാതാവേ. കദനം തിങ്ങീതാ ഞങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു. കദനം തിങ്ങീതാ ഞങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു. കരുണ നിറഞ്ഞൊരു നാഥേ നീ കനിവോടു തൃക്കൺ പാർക്കണമേ. കനിവോടു തൃക്കൺ പാർക്കണമേ. അമലോത്ഭവയായ മാതാവ് ജന്മപാപമില്ലാതെ ജനിച്ചവൾ, പരലോകത്തിൻ വാതിൽ നീ അമ്മേ എന്നാണ് വിശേഷണം. എന്നു പറഞ്ഞാൽ ആകാശമോക്ഷത്തിൻ്റെ വാതിലെ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്നു പരലോകത്തിൻ വാതിൽ നീ. രക്ഷകനായ യേശുവിനെ പുൽകുവാൻ ഈ വാതിൽ കടക്കണം. ആ വാതിൽ കടക്കാതെ രക്ഷയിലേക്ക് നാം എത്തുകയില്ല. രക്ഷകനായ യേശു കടന്നു വരുവാൻ, ഭൂജാതനാകുവാൻ പരിശുദ്ധ മറിയം എന്ന ആ ജീവിതത്തെ, വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവം മനസ്സാകുന്നു ആ മറിയം വഴി വേണം ക്രിസ്തുവിലേക്ക് എത്തുവാൻ. മറിയം വഴി ക്രിസ്തുവിലേക്ക്, പരലോകത്തിൻ വാതിൽ. ലുത്തിനിയായിൽ നമ്മൾ ചൊല്ലും ആകാശമോക്ഷത്തിൻ്റെ വാതിലെ. സ്നേഹഹൃദയങ്ങളെ, ആ വാതിലിലൂടെ യേശുവിലേക്കുള്ള പ്രയാണം, അതെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ. മേരി മനോജ്ഞേ, ദൈവമാതാവേ, ദൈവത്തിൻ്റെ അമ്മയെ പാടിപ്പുകഴ്ത്താം. അമ്മയെ വണങ്ങാം. നമുക്ക് മനസ്സിൽ ആഴമായി കിടന്നിരുന്ന വരികളല്ലേ ആ പഴയ ഗാനത്തിൻ്റെ ശീലുകൾ. ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങിപ്പോകാം. മേരി മനോജ്ഞേ, ദൈവമാതാവേ, പാടി പ്രകീർത്തിക്കാം.
പതിതർ ഞങ്ങൾ നിർമ്മലമാ നിൻ ചേവടിയിൽ ആശ്രയം തേടുന്നി പതിതർ ഞങ്ങൾ സ്വർഗീയ ഭാഗ്യം തേടുന്നു ഞങ്ങൾ ആനയിക്കൂ ഞങ്ങളെ ആനയിക്കൂ ഞങ്ങളെ മേരി മനോജ്ഞേ ദൈവമാതാവേ പാപികൾക്കാശ്രയം നീ ഞങ്ങൾക്ക് ഭയം നീ ഞങ്ങൾക്ക് ഭയം നീ മേരി മനോജ്ഞേ ദൈവമാതാവേ പാപികൾക്കാശ്രയം നീ ഞങ്ങൾക്ക് ഭയം നീ ഞങ്ങൾക്ക് ഭയം നീ. നിർമ്മലമാ നിൻ ചേവടിയിൽ ആശ്രയം തേടുന്നീ പതിതർ ഞങ്ങൾ നിർമ്മലമാ നിൻ ചേവടിയിൽ ആശ്രയം തേടുന്നീ പതിതർ ഞങ്ങൾ സ്വർഗീയ ഭാഗ്യം തേടുന്നു ഞങ്ങൾ ആനയിക്കൂ ഞങ്ങളെ ആനയിക്കൂ ഞങ്ങളെ. സ്വർഗീയ ഭാഗ്യം തേടുവാൻ പരിശുദ്ധ അമ്മ ഏറ്റവും നല്ല മാധ്യസ്ഥമാണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് രേഷ്മ പാടിയത്, അല്ലേ അല്ലേ? അതെ. ആ ബോധ്യമുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്ന് മുതലാണ് ഈ പരിശുദ്ധ അമ്മ ഒരു വല്ലാത്ത അനുഭവമായി. തീർച്ചയായും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ജപമാലയോ കയ്യിൽ പിടിച്ചുകൊണ്ട് രേഷ്മ അത് പാടുന്നു. അതത്ര എളുപ്പമല്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല ഹൃദയപൂർവ്വം നെഞ്ചോട് ചേർക്കുക, ആ ജപമാല കരങ്ങളിൽ പിടിച്ച് അഭിമാനത്തോടെ വലിയ ബോധ്യത്തോടു കൂടി ജപമാല ചൊല്ലുക, ഇതൊക്കെ ഒരു പ്രത്യേകമായ മരിയ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ മരിയ സ്നേഹം എങ്ങനെ കിട്ടി? എവിടെ നിന്ന് കിട്ടി? എത്ര നാളായി? എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ എനിക്ക് ജപമാല, അല്ലെങ്കിൽ വീട്ടിലും അങ്ങനെ തന്നെയാണ്. കുടുംബ പ്രാർത്ഥനയാണെങ്കിലും മുടക്കാറില്ല. അപ്പച്ചനും അമ്മച്ചിയും എനിക്കും 2 ചേട്ടന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കൊന്തയെല്ലാം. വിവാഹശേഷവും ഭർത്താവും ഉണ്ട്, മക്കളും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ വല്ലാത്തൊരു നല്ലൊരു ആനന്ദം കിട്ടാറുണ്ട് മനസ്സിന്. ജപമാല എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ശക്തി പകരാറുണ്ട്. ജീവിതത്തിലാണെങ്കിലും നിത്യേനയുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധമ്മ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് നേർവഴി കാണിക്കാറുണ്ട്. ഇത് വലിയ അനുഭവമാണ്. അത് വളരെ ശരിയാണ്. അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിക്കുമ്പോൾ, അമ്മയോട് കൂടെ നിന്ന് ജപമാല അർപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിന് വലിയ അവർണ്ണനീയമായ ആനന്ദം പ്രദാനം ചെയ്യും. നമുക്കറിയാതെ അതിന് കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ എന്ന്, പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്നൊക്കെ നമ്മൾ അമ്മയെ വിശേഷിപ്പിക്കാറുണ്ട്. യഥാർത്ഥ സന്തോഷം ക്രിസ്തുവാകയാൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്തയാണ് ക്രിസ്തു. ആ ക്രിസ്തുവാകയാൽ ആ ക്രിസ്തുവാകുന്ന സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ ക്രിസ്തു എന്ന സന്തോഷം നമുക്ക് ലഭ്യമാകാൻ കാരണമായവൾ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ അത് ചൊല്ലുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ അത് വലിയ ശക്തി പ്രദാനം ചെയ്യുന്നു. ഈ
പാട്ടിൻ്റെ മേഖലയൊക്കെ എങ്ങനെയാ? എത്ര നാളായി ഈ പാട്ടൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇങ്ങനെ പാട്ട് പഠിക്കാറുണ്ട്. ഇങ്ങനെ പള്ളിയിലൊക്കെ കൊയറിലൊക്കെ പാടാറുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നേർവഴി കാണിക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെടാറുണ്ട്. ഈ പാട്ട് എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. കലാഭവനിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഓക്കെ. അമ്മ നല്ല അധ്യാപികയാണ്. നിത്യസഹായകനായ അധ്യാപകൻ പരിശുദ്ധാത്മാവ്. എല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിന്നും കൃപ വാങ്ങിത്തന്ന് നമുക്ക് വേണ്ട അളവിൽ തരാൻ കഴിയുന്ന നിത്യസഹായികയായ അധ്യാപികയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് അമ്മയോടൊപ്പം ചേരാം. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ എളിയ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പാട്ടിൻ്റെ മേഖലകൾ അവിടെ ഞാൻ പലപ്പോഴും പലയിടങ്ങളും പറയാറുണ്ട്, പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭ്യമായ കാര്യങ്ങൾ. നമുക്ക് അമ്മയെ പാടി പ്രകീർത്തിക്കാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേക്ഷകർ, ശ്രോതാക്കൾ ഒരു ഹൃദയപൂർവ്വം ഇതിൽ പങ്കുചേരട്ടെ. പ്രാർത്ഥനയിൽ അവരുടെ ഹൃദയത്തിലും അമ്മയെ പ്രകീർത്തിക്കട്ടെ. നമുക്ക് പാടാം. യേശുവിൻ അമ്മയുമൊപ്പം
തിരുഹൃദയ സ്നേഹത്തിൽ ഒന്നായിരിക്കും നിൻ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്ക എന്നെ. തിരുഹൃദയ സ്നേഹത്തിൽ ഒന്നായിരിക്കും നിൻ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്ക എന്നെ. ആദ്യവ്യ സ്നേഹത്തിൽ ഞാനലിഞ്ഞിടാൻ പൊന്നോമൽ സുധനോടായി പ്രാർത്ഥിക്കണേ. ആദ്യവ്യ സ്നേഹത്തിൽ ഞാനലിഞ്ഞിടാൻ പൊന്നോമൽ സുധനോടായി പ്രാർത്ഥിക്കണേ. അമ്മേ നിൻ ഹൃദയം നിറയെ പ്രാർത്ഥനാ പൂക്കളും വചനങ്ങളും. ആദ്യവ്യ ഹൃദയത്തിൻ വ്യാകുലമേഴിലും കരുണാദ്ര സ്നേഹം നിറഞ്ഞിരിപ്പൂ. അമ്മേ നിൻ ഹൃദയം നിറയെ പ്രാർത്ഥനാ പൂക്കളും വചനങ്ങളും. ആദ്യവ്യ ഹൃദയത്തിൻ വ്യാകുലമേഴിലും കരുണാദ്ര സ്നേഹം നിറഞ്ഞിരിപ്പൂ. അമ്മേ അമ്മേ ചേർക്കണമേ നിൻ ഹൃദയത്തിലെന്നെ. 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 അമ്മേ, നിൻ ഹൃദയം നിറയെ പ്രാർത്ഥനാ പൂക്കളും വചനങ്ങളും. ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റിയ മറിയം, തിരുവചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങിയവൾ, നമ്മുടെ ജീവിതങ്ങളിൽ തിരുവചനം മനനം ചെയ്യുവാൻ, തിരുവചന വെളിച്ചത്തിലൂടെ പ്രയാണം ചെയ്യുവാൻ, തിരുവചനം ഹൃദിസ്ഥമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടണം. തിരുവചനം പരിശുദ്ധാത്മനിവേശിതമായി ഹൃദയത്തിൽ പകർത്തുമ്പോൾ ദൈവീക ജ്ഞാനത്തോടെ അത് പ്രഘോഷിക്കുവാൻ, അത് പങ്കുവയ്ക്കുവാൻ നമുക്കാകും. പരിശുദ്ധാത്മനിവേശിതമായി തെറ്റുകൂടാതെ തിരുവചനം പങ്കുവയ്ക്കുവാൻ, തിരുസഭയുടെ പ്രബോധന വെളിച്ചത്തിൽ നമ്മളെ നയിക്കുവാൻ തിരുസഭയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയം തുണയാവണം. ഇല്ല എങ്കിൽ അർത്ഥവ്യാഖ്യാനങ്ങൾ വഴിതെറ്റിപ്പോകും. സ്വകാര്യമായ ചിന്തകൾ, സ്വകാര്യമായ വെളിപ്പെടുത്തൽ എന്നുള്ള അവകാശത്തോടു കൂടി നമ്മൾ പങ്കുവെക്കും. അത് വികലമായ വഴിത്താരകളിലേക്ക് നയിക്കും. എന്നാൽ തിരുസഭയുടെ സത്യപ്രബോധനത്തിലുള്ള പ്രയാണം, സത്യപ്രബോധന ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നേറ്റം, അതിന് തിരുസഭ രാജ്ഞിയായ പരിശുദ്ധ മറിയം
നമുക്ക് തുണയാകും. അമ്മയെ മുറുകെ പിടിക്കാം. ഹൃദയം നിറയെ പ്രാർത്ഥനാ പുഷ്പങ്ങളും ജീവിതം നിറയെ തിരുവചനത്തിൻ്റെ ഉൾപ്പൊരുളുകളും ഹൃദയത്തിൽ പേറിയ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതവും തിരുവചന വെളിച്ചത്തിൽ അമ്മ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുജനായി അവതരിച്ച വചനമേ, സ്നേഹ ഈശോയെ, അവിടുത്തെ വലിയ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം മാംസമായി അവതരിച്ചു. പരിശുദ്ധ കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ നിറമനസ്സോടെ അവൾ ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറഞ്ഞു. പരിശുദ്ധ മാതാവേ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന മനോഭാവത്തോടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അമ്മേ. ദിവ്യവചനങ്ങൾ ഹൃദയത്തിൽ പകർത്തുവാൻ, ഹൃദയത്തിൽ നിറയ്ക്കുവാൻ, ജീവിത വഴിയെ തിരുവചന വെളിച്ചത്തിൽ മുന്നേറുവാൻ കൃപ തരണമേ. പരിശുദ്ധ മേരി അമ്മേ, തിരുസഭയുടെ രാജ്ഞി, ദൈവമാതാവേ, തിരുസഭയുടെ സത്യപ്രബോധന വെളിച്ചത്തിൽ സത്യപ്രബോധന ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് വചനം മനനം ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അമ്മേ. അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം ഞങ്ങൾ തേടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ അമ്മ സത്യാത്മാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദിവ്യ പ്രചോദനം പകർന്നു തരണമേ. അമ്മയെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് മുന്നേറുവാൻ ഞങ്ങളിതാ മനസ്സാകുന്നു. അമ്മ ഞങ്ങളെ നയിക്കണമേ. അമ്മ ഞങ്ങളെ ഭരിക്കണമേ. അമ്മ ഞങ്ങളുടെ കരം പിടിച്ച് വഴി നടത്തണമേ. ആമേൻ.